സംബന്ധിച്ച് അടുത്ത വീഡിയോ ആണ്. ഫസ്റ്റ് ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സെമി മോഡൽ ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ തന്നെ എനിക്ക് തോന്നുന്നു ഓരോ പ്രിൻറ്റ് ഡിഫറൻസിൽ ഈ ഒരു യോക്ക് പോർഷനിലെ ആ ഒരു ഇത് തന്നെ കുറച്ച് ഇത് കൂടുതൽ ആ ഒരു വീവിങ് പാറ്റേണിൻ്റെ കുറച്ച് വിസിബിലിറ്റി കുറച്ച് കൂടുതലായിട്ട് ലൈറ്റ് ഷെയ്ഡിൽ അങ്ങനെ ഒത്തിരി എണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഈ ഒരു മെയിൻ ഷെയ്ഡ് സെയിം ആണ്. അതിൻ്റെ അകത്ത് പ്രിൻറ്റ് മാത്രമേ മാറുന്നുള്ളൂ. ഈ ബ്ലോക്ക് പ്രിൻറ്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. മെയിൻ ഷെയ്ഡ് എന്ന് പറയുന്നത് അത്രയും നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ കുറച്ച് റെഡ് കൂടുതലുണ്ടോ എനിക്കറിയില്ല. ഒരുപാട് ഓവർ റെഡ് ഒന്നുമല്ല, ലൈറ്റ് ഒരു റെഡ് ഷെയ്ഡ്, നോർമൽ റെഡ് ഷെയ്ഡിൽ വൈറ്റ് കോമ്പിനേഷനിൽ ചെയ്തേക്കുന്നതാണ്. ഇത് നമ്മുടെ ബാറ്റിക്കിലായാലും നമ്മുടെ നോർമലി അല്ലാതെ വരുന്നതിൻ്റെ അകത്തൊക്കെയാണല്ലോ ഭയങ്കര മൂവിങ് ഉള്ളൊരു ഷെയ്ഡാട്ടോ, നല്ല ഭംഗിയുള്ളൊരു റെഡ് ഷെയ്ഡ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഷെയ്ഡ് മാത്രം മെയിൻ എടുത്തിട്ട് അതിൻ്റെ അകത്ത് പ്രിൻറ്റ് മാത്രം ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തേക്കുന്ന ഒരു ഐറ്റമാണ്. നല്ല സോഫ്റ്റ് ആട്ടോ, ഫാബ്രിക് ഭയങ്കര സോഫ്റ്റാണ്, നല്ല ലെങ്ത് ഉണ്ട്, എല്ലാം നോക്കി തന്നെ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നല്ല ലെങ്തി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഗീവ് അവേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോസൊക്കെ മിസ് ചെയ്യാതെ കാണുക. എല്ലാ വീഡിയോസും തന്നെ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ ആ ഒരു പ്രൈസ് ആളെ സെലക്ട് ചെയ്യുന്നത്. 16-ാം തീയതി ആയിരിക്കും കേട്ടോ ഗീവയുടെ അനൗൺസ്മെൻറ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയും ഭയങ്കര നല്ല ക്ലാരിറ്റിയിലാട്ടോ ചെയ്തേക്കുന്നത്. നല്ല രസമുള്ള കോമ്പിനേഷൻ. ബോർഡറിൽ നമുക്ക് ഇത് യോക്കാക്കോ താഴെയൊക്കെ ചെയ്യാം കേട്ടോ, എങ്ങനെ വേണേൽ ചെയ്യാം. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി തിരിച്ച് വെച്ച് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. തയ്ക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്കിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഭയങ്കര പ്രൈസ് റേഞ്ച് നല്ല റീസണബിളാണ്. ഞാൻ പറഞ്ഞില്ല ഒത്തിരി പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഒരു കൂടിയൻ്റെ അതേ ലുക്ക് തന്നെ കിട്ടും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര പ്രൈസ് കുറവാട്ടോ. നമ്പർ AC 269, റേറ്റ് 1190 മാത്രമേ ഉള്ളൂ. 1190. രണ്ടാമത്തെ ഐറ്റം വരുന്നത് ഞാൻ പറഞ്ഞില്ല സെയിം ഷെയ്ഡാണ്, പ്രിൻറ്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാ പ്രിൻറ്റും നല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം നമ്മുടെ ടൈ ആൻഡ് ഡൈയുടെ പാറ്റേണുള്ള പ്രിൻറ്റിൻ്റെ രീതിയിലാണ് ഇത് പോയേക്കുന്നത്. ബാട്ടിക്കിൻ്റെ പ്രിൻറ്റ് തന്നെ, പക്ഷേ ആ ഒരു ഡിസൈൻ എടുത്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് യോക്ക് ഞാനിങ്ങനെ തന്നെ കാണിക്കട്ടെ, കാരണം ഇത് യോക്കാക്കിയോ താഴെയാക്കിയോ തയ്ക്കാൻ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാണുമ്പോൾ മനസ്സിലാൻ വേണ്ടി തിരിച്ചാക്കി വെച്ചെന്നുള്ളതേ ഉള്ളൂ. ഒരു മിനിറ്റ് മറ്റേ രീതിയിലൂടെ വെച്ച് കാണിക്കട്ടോ. അതും നല്ല കേട്ടോ, അങ്ങനെ തയ്ച്ചാലും നല്ല അടിപൊളിയാണ് കാണാൻ. നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഒരു 3X വരെ നല്ല കറക്റ്റായിട്ട് തയ്ക്കാൻ പറ്റും. നല്ല വലിപ്പമുണ്ട് മെറ്റീരിയലിന്. ഇതുപോലെ താഴെയാക്കി തയ്ച്ചാലും അടിപൊളിയാണ്. ഇതുപോലെ വരും. അപ്പോൾ താഴെ വശത്ത് തന്നെ ബോർഡറും അതും താഴെ തന്നെ നിന്നോളും. നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ്. ഞാനിതിങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഏകദേശം ആ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. പിന്നെ ഇതിങ്ങനെ ഒത്തിരി നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് എപ്പോഴും എടുത്തിട്ട് വാഷ് ചെയ്ത് കേട്ടോ. ജസ്റ്റ് ഷാമ്പു വാഷ് മാത്രമേ ചെയ്യാവുള്ളൂ. അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സെപ്പറേറ്റ് മാത്രം വാഷ് ചെയ്താൽ മതി. നിങ്ങൾ കൊടുക്കുന്ന ലൈനിങ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ലൈനിങ്ങിൻ്റെ ഇതനുസരിച്ച് ലൈനിങ് ഒന്ന് നോക്കുക, വാഷ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളർ കാർഡ് യൂസ് ചെയ്യുക. പിന്നെ നമ്പർ AC 268, റേറ്റ് സെയിം ആണ് 1180. പിന്നെ അടുത്ത ഡിസൈൻ വരുന്ന ഇതാട്ടോ. എല്ലാം നല്ല നല്ല ഡിസൈൻസാണ്. നമ്മുടെ കളർ പിന്നെ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറാണ്. അതിൽ തന്നെ പ്രിൻറ്റ് മാത്രം മാറി മാറി നിങ്ങൾ നോക്കിയാൽ മതി. ഇഷ്ടപ്പെട്ട പ്രിൻറ്റ് നോക്കി സെലക്ട് ചെയ്യുക. പിന്നെ ഇത് ഒറിജിനൽ ഹാൻഡ് ബ്ലോക്സിൻ്റെ ആ ഒരു ലുക്കിലാട്ടോ ചെയ്തേക്കുന്നത്. ഭയങ്കര അങ്ങനെ ഓവർ തെളിഞ്ഞ് നിൽക്കുന്ന രീതിയിലല്ല, ലൈറ്റ് ഒരു ഇതിലാണ് നമുക്കിത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് നോക്കിയാലും അറിയാം, രണ്ട് സൈഡും നല്ല ഭംഗിയായിട്ടാട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഏത് രീതിയിൽ വേണം നിങ്ങൾക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയിലും നല്ല രസമുള്ള പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ലെങ്ത്തും ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇട്ടാൽ പോലും നല്ലതായിട്ട് ലെങ്തി ആയിട്ട് കിടക്കും. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് AC 265, റേറ്റ് 1190. നമുക്ക് അടുത്ത ഡിസൈൻ വരുന്ന ഇതാണ്. ഇത് നല്ല വെറൈറ്റി ആയിട്ടില്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലാം നല്ല കേട്ടോ. ബാട്ടിക്കിൻ്റെ പ്രിൻ്റ് ആ ഒരു ഇത് തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഇതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഗീവ് അവേയുടെ കാര്യം പറഞ്ഞത് ഇന്നലെ തൊട്ടുള്ള കേട്ടോ. അതായത് 12-ാം തീയതി തൊട്ട് 15-ാം തീയതി വരെയുള്ള വീഡിയോസ് എല്ലാം തന്നെ കാണുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവരെന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാവരും ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസ് ഇപ്പോൾ ഇന്നലത്തെ അത് ഞാൻ കുറേ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണെന്നൊക്കെയുള്ളത്. ഇപ്പോൾ ഇന്നലത്തെ വീഡിയോസാണ്. ഇപ്പോൾ അത് മാത്രമല്ല, ഇത് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കണ്ടോ. ഒത്തിരി നല്ല ഐറ്റംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി. നമ്പർ ഈ ഒറ്റ നമ്പറേ ഉള്ളൂ കേട്ടോ. ഇതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട്, AP നമ്പറാണ്. അതുകൊണ്ട് സേഫായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിന് റിപ്ലൈ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ സൈറ്റിൽ കയറി നോക്കിയാൽ മതി ഐറ്റംസ് എല്ലാം കാണണമെങ്കിൽ. ഇല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതിന് റിപ്ലൈ കിട്ടും. ഇൻ കേസ് റിപ്ലൈ കിട്ടുവാൻ ഡിലേ ആവും എന്തെങ്കിലും ചെയ്താൽ ഒന്നുകൂടെ മെസ്സേജ് അയക്കണം കേട്ടോ. കാരണം ഇനി ഒത്തിരി ഇടം നോക്കുന്നതല്ലേ, ചിലപ്പോൾ എങ്ങനെ മിസ്സായി പോയെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ മിസ്സാകാൻ ചാൻസ് ഇല്ല. എന്നാലും ചിലതെങ്ങാനും മിസ്സായെങ്കിലോ എന്ന് ഓർത്ത് ഞാൻ പറഞ്ഞതാണ്.
അതുകൊണ്ട് മാറി മാറിയായിരിക്കും മെസ്സേജ് പലരാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ആ ഒരു റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ അതിൽ തന്നെ ഈ ഒരു നമ്പറിൽ മാത്രമേ മെസ്സേജ് അയക്കാവുള്ളൂ, വേറെ നമ്പേഴ്സൊന്നും യൂസ് ചെയ്യില്ല. നമ്മൾ ഓർഡർ എടുക്കാനും ബാക്കി എല്ലാത്തിനും ഈ ഒരു നമ്പർ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ വീഡിയോസും കാണുക, പഴയതിൻ്റെ അകത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അവൈലബിലിറ്റി കിട്ടും. പേയ്മെൻറ്റ് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ആ ഒരു ഐറ്റം നിങ്ങളുടെ നമ്പറിൽ ബുക്കായത് എക്സ്പയർ ആകും. പക്ഷേ നിങ്ങൾ ടൈം കഴിഞ്ഞ് പോയി കഴിഞ്ഞ് പിന്നെ നോക്കുവാണെങ്കിൽ ഒന്നുകൂടെ ഫോട്ടോ ഇട്ട് നോക്കിയാൽ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും കേട്ടോ. സിമ്പിൾ പ്രൊസീജിയറാണ്. അപ്പോൾ നമ്മൾ മാനുവലി നമ്മൾ ഓർത്തിരുന്ന് പറയുന്നതല്ല, ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നതാണ്. ഫോട്ടോ അയച്ചു കഴിഞ്ഞാൽ ഐറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഓട്ടോമാറ്റിക് റിപ്ലൈ കിട്ടും. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർ 10 മിനിറ്റിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡറിൻ്റെ കാര്യം കംപ്ലീറ്റ് ആകും. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ബാക്കിയുള്ള പ്രൊസീജിയേഴ്സൊക്കെ അതും ബില്ലിങ്ങിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അതല്ലാതെ തന്നെ നിങ്ങൾക്ക് സൈറ്റിൽ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വരും കേട്ടോ. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചോദിച്ചാൽ മതി. അതിന് മാനുവലായിട്ട് നമ്മൾ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഐറ്റത്തിൻ്റെ അവൈലബിലിറ്റിയാണ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഐറ്റംസ് എല്ലാം കാണുക. പഴയ വീഡിയോസോ ഏതാണെങ്കിലും ഇഷ്ടമുള്ളത് നിങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഡിസൈൻസ് കാണാൻ പറ്റും. മെയിനായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇത്രയും നല്ല ഡിസൈൻസ് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരിലോട്ടും എത്തുക എന്ന ഉദ്ദേശമാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാവരും ചെയ്യുവാണെങ്കിൽ ഒത്തിരി പേർക്ക് ഉപകാരമായിരിക്കും. ഡെയിലിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നമ്മൾ ഓഫറാണെങ്കിലും പുതിയ വീഡിയോസൊക്കെ ആണെങ്കിലും എല്ലാം ചെയ്യുന്നുണ്ട്. ഒത്തിരി റേഞ്ച് ഐറ്റംസ് ഒരുപാട് വീഡിയോസിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏത് രീതിക്കുള്ളവർക്കാണെങ്കിലും എടുക്കാം. കൂടിയത് വേണ്ടവർക്ക് അത്, കുറഞ്ഞ് വേണ്ടവർക്ക് അത്, അങ്ങനെ എല്ലാ രീതിയിലുള്ള ആൾക്കാരിലോട്ടും എത്തട്ടെന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒരു ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്പം അപ് ടു ഒരു 15-ാം തീയതി വരെയുള്ള ഐറ്റംസ് കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവരിൽ നിന്നാണ് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നത്. അടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഡിസൈൻ കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി. പിന്നെ നമ്പർ AC 267, റേറ്റ് സെയിമാണ് 1790. പിന്നെ അടുത്ത ഡിസൈൻ, ഇതിൻ്റെ അകത്ത് കുറേ ഡിസൈൻസ് ഉണ്ട്. എനിക്കൊന്ന് 5 ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഇതാണ് 5ാമത്തെ ഡിസൈൻ വരുന്നത്. നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാട്ടോ എല്ലാം സെലക്ട് ചെയ്തേക്കുന്നത്. പിന്നെ കളറിൻ്റെ കാര്യം പറയണ്ട, അത്രയും നല്ല ഷെയ്ഡാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ നേരത്തെ ബാന്തിനിയിലൊക്കെ റെഡ് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനായിരുന്നു. അതിനെ ഒരു ഇൻസ്പയർ ചെയ്ത് ചെയ്തേക്കുന്ന ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൻ്റെ അത്രയും ബ്രൈറ്റ്നെസ് കൊടുത്തിട്ടില്ല കേട്ടോ. ഭയങ്കര ഓവറായിട്ടുള്ള റെഡ് അല്ല കൊടുത്തേക്കുന്നത്. ഇതൊരു എവിടേക്കോ ഒരു ഡാർക്കർ റെഡ് എന്ന് പറയാം, മെറൂൺ എന്ന് പറയാൻ പറ്റത്തില്ല, റെഡ് തന്നെ, പക്ഷേ ഒരു ഡാർക്കർ റെഡ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു വൈറ്റ് ബേസിൽ വൈറ്റും ആ ഒരു റെഡൂടെ കോമ്പിനേഷൻ അത്ര നല്ല രസമായിട്ടുള്ള കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത്. നല്ല ലെങ്ത് ഉണ്ട്, എല്ലാം കൊണ്ടും നല്ല സെറ്റാട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓരോ മെറ്റീരിയലും ഞാനിത് നിങ്ങളെ ഇങ്ങനെ കാണിക്കുന്നത് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും മെറ്റീരിയലിൻ്റെ ആ ഒരു കംഫർട്ടും എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അതിൻ്റെ അകത്തും സെലക്ട് ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചോദിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്പർ വരുന്നത് AC 266, റേറ്റ് 1790 മാത്രമേ ഉള്ളൂ. 1190.